ഒരുപക്ഷെ ആരുടെയോ കളിയാണെന്ന് എനിക്ക് സംശയമുണ്ട്. മനഃപൂർവ്വമായി അങ്ങനൊരു ന്യൂസ് പ്രചരിക്കുന്നത് പോലെ. അത് തോന്നലല്ല, സത്യം തന്നെയാ. അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. അതാണ് ഏതെങ്കിലും വഴിയിൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കുന്നത്. ആ മന്ത്രി ഒന്ന് നേരിട്ട് കാണാൻ പറ്റിയാൽ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റും. അതെനിക്ക് വിശ്വാസമുണ്ട്. അതറിയാവുന്നതുകൊണ്ടാവും മിനിസ്റ്ററുടെ അടുത്തേക്ക് സാറിനെ അടുപ്പിക്കാതിരിക്കാനുള്ള പണി അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ മോശമായ ഇമേജാണ് സാറിനെയും മാഡത്തിനെയും ദേവാ ബിൽഡേഴ്സിനെയും പറ്റി മിനിസ്റ്ററുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും ഞാൻ അറിഞ്ഞത് അങ്ങനെയാ. മിനിസ്റ്റർ ആണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. അദ്ദേഹം ചുറ്റും നിൽക്കുന്നവരെ കണ്ണടച്ച് വിശ്വസിക്കും. അങ്ങനെ ചുറ്റും നിൽക്കുന്ന ഉപഗ്രഹങ്ങൾ ആരോ ആണ് കമ്പനിയെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആള് കണ്ടമാനം കാശ് വാരി എറിയുന്നുണ്ട്. അറിയാൻ ദിവാര, അയാൾ എന്നെ തകർക്കാനുള്ള പണം ഉണ്ടാക്കിയത് എന്റെ കമ്പനിയിൽ നിന്ന് എന്നെ പറ്റിച്ചു തന്നെയാ. സാർ ധൈര്യമായിട്ടിരിക്കെ, തോൽവി സമ്മതിക്കരുത്. ഇല്ല, ഇതിൽ ഞാൻ തോക്കില്ല. എന്നെ കൊണ്ട് കഴിയും വിധമെല്ലാം ഞാൻ ഇതിനെതിരെ പ്രതികരിക്കും. അത് മാത്രമല്ല, മറഞ്ഞു നിന്ന് ചതിക്കുന്നവരാരായാലും അയാളെ വെട്ടത്തേക്ക് കൊണ്ടുവരും. ഒരിക്കലും എൻ്റെ അമ്മയുടെ വാക്ക് മാനിച്ച് സ്വന്തം അമ്മാവനാണല്ലോ എന്നുള്ള പരിഗണന കൊടുത്ത് ഞാൻ അയാളെ വെറുതെ വിട്ടു. പക്ഷേ ഇനി അത് ഉണ്ടാവില്ല. വ്യക്തമായ തെളിവുകളോടെ ഞാൻ അയാളെ പൂട്ടും. അതിനൊക്കെ മുമ്പ് എൻ്റെ കമ്പനി നേരിടുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. അല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. കാര്യത്തിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്നാൽ കഴിയും വിധം പരമാവധി ശ്രമിക്കുന്നുണ്ട്. ദിവാകരൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതെന്റെ ലൈഫിൽ തന്നെ വലിയൊരു വെല്ലുവിളിയാ. ഇവിടെ ഞാൻ തോറ്റ ദേവ ബിൽഡേഴ്സ് തകരും. അത് പാടില്ല. സാറ് ടെൻഷൻ ആവണ്ടെന്നേ, ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം. എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല. അപ്പോ ഞാൻ ഇറങ്ങട്ടെ സാറേ. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ വിളിക്കാം. ശരി, ഓക്കെ. ഞാനിപ്പോൾ വിളിച്ച ആൾക്ക് അത്യാവശ്യം രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ മിനിസ്റ്ററെ കാണാനും സംസാരിക്കാനൊക്കെ സാധിക്കും. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ലല്ലോ അച്ഛാ. മിസ് കോൾ കാണുമ്പോൾ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാ സാധാരണ പതിവ്. അദ്ദേഹത്തിൻ്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നപ്പോൾ പലപ്പോഴും മെഡിസിനൊക്കെ കിട്ടാതെ വന്നപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിൽ തന്നെ. അതിൻ്റെതായൊരു അടുപ്പമുണ്ട്. എന്തെങ്കിലും രാഷ്ട്രീയ ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി, സഹായം ചെയ്തു തരാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഞാൻ കാരണം അച്ഛന് ബുദ്ധിമുട്ടായില്ലേ? നമ്മുടെ ആവശ്യങ്ങൾക്ക് സഹായം ചോദിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണോ മോളെ? അച്ഛാ, രാഘവ മുത്തച്ഛനല്ലേ അത്? നിങ്ങളായിരുന്ന വണ്ടിയില്? ആരാ എന്നെ കണ്ട് കാർ നിർത്തിയെന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. മുത്തച്ഛൻ എങ്ങോട്ടാ? ഞാൻ വെറുതെ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് പോവും. എല്ലാരെയും കണ്ട് സംസാരിച്ചൊക്കെ ഒന്ന് കറങ്ങും. അതൊരു ശീലമായി പോയി. നിങ്ങളെങ്ങോട്ടാ? മീരെ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ ഈ വഴി വന്നതാ. ഓ ആണോ? അപ്പൊ എന്നെ കണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തിയതല്ലേ? അതെ, മാർക്കറ്റിലേക്കല്ലേ. കാറിൽ കയറിക്കോ, പോകുന്ന വഴിക്ക് അവിടെ ഇറക്കാം. അയ്യോ, വെറുതെ നിങ്ങളുടെ സമയം കളയണ്ടായിരുന്നു. സാരമില്ല. എന്നെ കണ്ട് സ്നേഹത്തോടെ വണ്ടി നിർത്തിയതല്ലേ, അപ്പൊ ഞാൻ വരണം. അതാ അതിന്റെ ശരി അല്ലേ മോളെ? ഹലോ, അതെ, ഞാൻ വിളിച്ചിരുന്നു. എനിക്ക് ഒരു സഹായം ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ ഒന്ന് കാണാനും സംസാരിക്കാനും ഒരു അവസരം കിട്ടുമോ? മിനിസ്റ്ററെ പേഴ്സണൽ സ്റ്റാഫിന് ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊരു അപ്പോയിൻമെന്റ് ശരിയാക്കി തന്നാൽ വലിയ ഉപകാരമായിരുന്നു.
ഓ അങ്ങനെയാണോ? അല്ല, പരിചയമുള്ള മറ്റാരെങ്കിലുമായിട്ട് സംസാരിച്ച് നോക്കിയാൽ കാര്യം നടക്കുമോ? ആ അതെ, എനിക്ക് വേണ്ടിയാ, മകളുടെ ഒരു ആവശ്യത്തിനാ. അല്ല, നിവേദനം കൊടുത്താൽ പോരാ, ഒരു 5 മിനിറ്റെങ്കിലും മിനിസ്റ്ററെ നേരിക്കണ്ട് സംസാരിക്കാൻ സാധിക്കണം. അതെ, ശരി, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ വിളിച്ചു പറയണേ. എന്താ അച്ഛാ? അത് നടക്കില്ല മോളെ. അദ്ദേഹവും മിനിസ്റ്ററുടെ ആൾക്കാരും തമ്മിൽ എന്തോ ഗ്രൂപ്പ് തർക്കമോ ഈഗോ ക്ലാഷോ ഉണ്ട്. അവർ ഒരേ പാർട്ടിക്കാരാണെങ്കിലും 2 ചേരിയിലാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ ചെന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാണോ ചെല്ലുന്നത് അത് നടക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മറ്റെന്തെങ്കിലും വഴി നോക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. മോള് വിഷമിക്കണ്ട. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ ഭഗവാൻ നമുക്കായി തുറന്നു തരും, അത് ഉറപ്പാ. മോള് വാ, നമുക്ക് മറ്റെന്തെങ്കിലും വഴി കണ്ടുപിടിക്കാം. അല്ല, എന്താ പ്രശ്നം? എന്നോട് പറയാൻ പറ്റുന്ന വല്ല കാര്യമാണോ? റവന്യൂ മന്ത്രി എന്ന് മറ്റേ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അത് ദേവാ ബിൽഡേഴ്സിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി റവന്യൂ മന്ത്രി ഒന്ന് നേരിട്ട് കാണണം. കമ്പനിയെക്കുറിച്ച് മിനിസ്റ്റർക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആദർശും മാധവി മാഡവും ശ്രമിച്ചിട്ട് മിനിസ്റ്റർ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മളൊരു ശ്രമം നടത്തി മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചാൽ തെറ്റിദ്ധാരണ മാറിക്കിട്ടി കമ്പനിയുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഈ റവന്യൂ മന്ത്രി മന്മഥൻ സാറല്ലേ? അതെ. അദ്ദേഹം ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് അറിയാവോ? അതറിയില്ല. അല്ല, നമുക്ക് നേരിട്ട് ചെന്നാൽ കാണാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഒരു ശ്രമം നടത്തി നോക്കായിരുന്നു. മുത്തശ്ശന് മിനിസ്റ്ററെ അറിയാമോ? എനിക്കറിയാം, പക്ഷേ എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. എന്നാലും ആവശ്യം നമ്മുടെയല്ലേ, ഒരു ശ്രമം നടത്തി നോക്കുന്നത് കൊണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ. അത് ശരിയാ. മിനിസ്റ്റർ എവിടെയുണ്ടെന്ന് അറിയാൻ മാർഗമുണ്ടെന്ന് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. ഹലോ, എനിക്ക് വേറൊരു സഹായം ചെയ്യാമോ? റവന്യൂ മിനിസ്റ്റർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാൻ സാധിക്കുമോ? നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലോ? ഇന്ന് മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടാവുമോ? ശരി, ഓക്കെ, വലിയ ഉപകാരം. മിനിസ്റ്റർ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന്. ഭഗവാനെ, മിനിസ്റ്റർ കാണാൻ സാധിച്ചാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഒരു വാതിൽ അടയുമ്പോൾ ഭഗവാൻ നമുക്ക് പല വാതിൽ തുറന്നു തരുമെന്ന്. എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതുകൊണ്ടാ ഒരു നിമിത്തം പോലെ നമ്മളിന്ന് മുത്തശ്ശനെ കണ്ടതും ആ കാര്യങ്ങൾ സംസാരിച്ചതുമൊക്കെ ഇപ്പൊ മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞതും. അമിത പ്രതീക്ഷയൊന്നും വേണ്ട, നമുക്കൊരു ശ്രമം നടത്തി നോക്കാവുന്നേ ഉള്ളൂ. ചിലപ്പോ ആദ്യ ശ്രമത്തിൽ തന്നെ അവരെ ഇറക്കി വിടാനും സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ശ്രമിക്കാതിരിക്കരുത്. ഇനി സമയം കളയണ്ട, നമുക്ക് ഗസ്റ്റ് ഹൗസിലേക്ക് പോവാം. ശരി, മോളെ. കയറുമോളെ. മുത്തശ്ശി ഫ്രണ്ട് കയറി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നമ്മളിങ്ങനെ വന്നത് പണ്ടത്തരമായോ? മുത്തശ്ശന് ഏതെങ്കിലും രീതി പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കാന്ന് പറയില്ലല്ലോ. വലിയ വലിയ ആളുകൾ വിചാരിച്ചിട്ട് നടക്കുന്നില്ല. അപ്പൊ പിന്നെ മാർക്കറ്റിലെ കാര്യങ്ങളെക്കുറിച്ച് മാത്രം അറിയുന്ന ഒരാള് ഇതുപോലൊരു സ്ഥലത്ത് വന്ന കാര്യം നടക്കുമെന്നൊരു സംശയം മനസ്സിലുണ്ട്. എന്നാലും കാണാൻ്റെ അവസരം കിട്ടിയാൽ അത് നല്ലതാണല്ലോ എന്ന് ഓർത്ത് വന്നതാ.
എന്തായാലും ഭഗവാൻ തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ. ഒരു നിമിത്തം പോലെ ഇത്രയൊക്കെ നടന്നില്ലേ? എല്ലാം പോസിറ്റീവായി സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ അച്ഛാ. മുത്തശ്ശൻ പോയി വരട്ടെ, നമുക്ക് നോക്കാം. ആ, ദേ വരുന്നു. മന്ത്രി നല്ല തിരക്കിലാ. പരിചയമുള്ള ആരെയും അവിടെ കണ്ടില്ല. നമുക്ക് കുറച്ച് സമയം നിൽക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കാണാൻ സാധിച്ചാൽ അതൊരു നല്ല കാര്യമാണ്. കാത്തു നിൽക്കുന്നതുകൊണ്ട് കാര്യം സാധിക്കുമെങ്കിൽ കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതൊരു ശ്രമം നടത്തി നോക്കുന്നതാ. ഞാൻ ഇതുവരെ ഇങ്ങനെ ആരെയും കാണാനൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് എനിക്കറിയില്ല. അതിന്റെ ഒരു കുഴപ്പമുണ്ട്. മുത്തശ്ശൻ എങ്ങനെയാ മിനിസ്റ്റർ പരിചയം? അതൊക്കെ പണ്ട് നടന്ന സംഭവമാ. അതൊക്കെ ഞാൻ പറയാം. ആദ്യം നമ്മുടെ കാര്യം നടക്കുമെന്ന് നോക്കാം. അതല്ലേ പ്രധാനം. കാണാൻ കുറെ പേര് ബുക്കിംഗ് എടുത്തിട്ടുണ്ടാവും. അതിന്റെ ഇടയിൽ നമ്മളെ ഒന്ന് പരിഗണിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ട്. ഞാന് ഒന്നും കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. അച്ഛാ, ഞാനിന്ന് കമ്പനിയിൽ വിളിച്ച് പറയട്ടെ, ലേറ്റ് ആവുന്നു. ശരി മോളെ. അല്ല, ഞാൻ പറയട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ. നടക്കില്ലെന്ന് ഇറങ്ങിപ്പോ. എനിക്ക് പരിചയമുള്ള ആളാ മന്ത്രി. എനിക്ക് പരിചയമുള്ള ആളാ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. പോ നോക്ക്. അല്ല, പിന്നെ സാറൊന്ന് പറഞ്ഞാ മതി. അല്ല, എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാ. രാഘവൻ വന്നിട്ടുണ്ടെന്ന് സാറിനോടൊന്ന് പറഞ്ഞാ മതി. ഇതിലും വലിയ ബന്ധങ്ങൾ പറഞ്ഞ് പലരും വരുന്നതാ. താൻ പോയില്ലെങ്കിലേ ഇവര് തൂക്കിക്കൊണ്ട് പോകും. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. എന്താ പ്രശ്നം? വെറുതെ ബഹളം ഉണ്ടാക്കുക സാറേ. മാർക്കറ്റിൽ രാഘവനാണ് മിനിസ്റ്ററെ കാണണമെന്നൊക്കെ പറയുന്നു. ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിച്ചു വരുമ്പോൾ ചിരിച്ചു കാണിക്കുന്ന പരിചയം വെച്ച് മന്ത്രിയായി കഴിയുമ്പോൾ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ? ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോഴാ അമ്മാവന്റെ വീട്ടിൽ കയറുമ്പോൾ ഇടിച്ചു കയറി ചെല്ലുന്നത്. വെറുതെ ബഹളമൊന്നും വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. വാ. ഓ, അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള ആളായിരുന്നോ? സാറിനെ കണ്ട ഒരു മാന്യനായിട്ട് തോന്നുമല്ലോ. എന്നിട്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ പറഞ്ഞു വിടുന്നത്. കഷ്ടം. ഞാനൊരു ശ്രമം നടത്തി നോക്കിയതാ. ഞാൻ വന്നിട്ടുണ്ടെന്ന് മന്മഥ സാർ അറിഞ്ഞാ ചിലപ്പം കാണാൻ സമ്മതിക്കും. പക്ഷെ ഇവരാരും സാറിനോട് പറയുന്നില്ല. അതാ ഞാൻ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. അദ്ദേഹം സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാ. ഇങ്ങനെയൊക്കെ കാണാൻ ശ്രമിച്ചാൽ അത് വലിയ കുറ്റമാ. പിടിച്ചകത്തിടാൻ വേറെ കാര്യമൊന്നും വേണ്ട. നമുക്ക് തിരികെ പോവാം. മിനിസ്റ്ററെ കാണാൻ വേറെ എന്തെങ്കിലും വഴി നോക്കാം. ശരിയാ മോളെ, അതാ നല്ലത്. ഒരിക്കൽ ജീവൻ രക്ഷിച്ച ധൈര്യത്തിലാ കയറി കാണാൻ അവസരം കിട്ടുമെന്ന് കരുതിയത്. പക്ഷെ അതൊന്നും ഇപ്പൊ അവരാരും ഓർക്കില്ല. നമ്മളൊക്കെ വെറും വോട്ട് ചെയ്യാനുള്ള വെറും പാവകൾ മാത്രമാ. ജീവൻ രക്ഷിച്ചെന്നോ? അതെങ്ങനെ? ഈ മന്ത്രിയുടെ ജീവനാണോ രക്ഷിച്ചത്? അതൊക്കെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാ. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് പോകാം മോളെ. വാരി. ചേട്ടാ, രാഘവൻ ചേട്ടനല്ലേ? അതെ. ചേട്ടൻ സാറിനെ കാണാൻ വന്നാണോ? അതെ. സാറിനെ കണ്ടോ? ഇല്ല, അവിടെ നിന്നവരെന്നെ പിടിച്ച് പുറത്താക്കി. അയ്യോ, അവരാളറിയാതെ ചെയ്തതായിരിക്കും. ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടോ? പരിചയം തോന്നുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട്. ചേട്ടാ, ഞാനന്ന് സാറിന്റെ ഡ്രൈവറായിരുന്നു. ഞാനാണെന്ന് കാർ ഓടിച്ചിരുന്നത്. അന്ന് ചേട്ടൻ രക്ഷിച്ചത് എന്നെയും കൂടെയാ. ഞാനിപ്പോ സാറിന്റെ PS ആ. ചേട്ടൻ വാ. സാറിനെ കാണാൻ ചേട്ടൻ അപ്പോയിന്റ്മെന്റ് ഒന്നും വേണ്ട. ഞാൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. വാ. ഭഗവാനെ നീ കാത്തു. വാരി. വാ മോളെ. നിങ്ങളെ ഞാൻ പറഞ്ഞു വിട്ടല്ലേ, പിന്നെയും വന്നോ? അല്ല, അതെ, സാറിന് വളരെ വേണ്ടപ്പെട്ട ആളാ. സാറ് ഫോണില്ല, അത് കഴിയട്ടെ. ഞാൻ സാറിനോട് പറഞ്ഞിട്ട് വരാം. പിന്നെ രാഘവൻ ചേട്ടനെ കാണാൻ സമ്മതിക്കാതെ നിങ്ങൾ ഇറക്കി വിട്ടു എന്നങ്ങനെ സാർ അറിഞ്ഞ അതോടെ എല്ലാം കഴിയും കേട്ടോ. ചേട്ടാ, എനിക്കൊരു അബദ്ധം പറ്റിയതാ, മനസ്സിൽ വെച്ചേക്കരുത്. അയ്യോ, അതൊന്നും സാരമില്ല. ഇവിടെ ഒരുപാട് പേര് വരുന്നതുകൊണ്ടേ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഇടയ്ക്ക് പറ്റും. ആരെങ്കിലും അറിയാതെ അകത്തേക്ക് ചെന്നാ
അതിന് ഞങ്ങൾ തന്നെ വഴക്ക് കേൾക്കണം. അതുകൊണ്ടാ. സാരമില്ലെന്നേ, അതൊക്കെ എനിക്ക് മനസ്സിലാവും. എല്ലാവർക്കും അവരവരുടെ സ്വന്തം നിലനിൽപ്പ് തന്നെയാ പ്രശ്നം, അല്ലേ ഹരി? ശരിയെന്നാ. നിങ്ങൾ അകത്തേക്ക് ചെന്നോളൂ. ശരി. മോളെ. നമസ്കാരം സാർ. നമസ്കാരം. വരൂ, ഇരിക്കൂ. മോളെ, ഹരി ഇങ്ങോട്ടിരിക്കേ. നമസ്കാരം സർ. ഇരിക്കൂ. രാഘവൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് സാറേ. എന്താ കുടിക്കാൻ വേണ്ടത്? ചേട്ടന് പറ്റിയത് ഇവിടെ കിട്ടില്ല കേട്ടോ. ഇന്ന് ചേട്ടൻ പച്ചയ്ക്കാണെന്ന് തോന്നുന്നല്ലോ. സാധാരണ എപ്പോഴും നല്ല വീശല്ലേ? ഞാൻ കുറച്ചു നാളായിട്ട് മദ്യപാനം നിർത്തിയിരിക്കുക സാറേ. നല്ല കാര്യം. എന്നാ 3 പേർക്കും ചായ പറയട്ടെ? ഒന്നും വേണ്ട സർ. ഞങ്ങൾക്ക് സാറിനൊന്ന് കാണാൻ പറ്റുമെന്ന് പോലും കരുതിയതല്ല. സാറിൻ്റെ വിലപ്പെട്ട സമയം അധികം കളയാതെ ഞങ്ങൾ വേഗം ഇറങ്ങിക്കോളാം. മനുഷ്യന് ജീവൻ ഉണ്ടെങ്കിലല്ലേ സമയത്തിനൊക്കെ ഒരു അർത്ഥമുള്ളൂ. ആ ജീവൻ എനിക്ക് തന്ന ആളാ ദേ ഇവിടെ ഇരിക്കുന്നത്. രാഘവൻ ചേട്ടന് എന്തെങ്കിലും സഹായമോ ആവശ്യമോ ഉണ്ടെങ്കിൽ എന്നെ വന്ന് കാണാൻ പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി. പക്ഷെ ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒടുവിൽ ഇന്നാ എത്തിയിരിക്കുന്നത്. പറഞ്ഞോളൂ. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും രാഘവൻ ചേട്ടന് വേണ്ടി ഞാൻ ചെയ്തിരിക്കും. ഇതെന്റെ മരുമോനും കൊച്ചുമോളുവാ. മോളുടെ കമ്പനിയിൽ ചെറിയൊരു പ്രശ്നം. അത് സാറിനെ നേരിൽ കണ്ട് പറയാൻ വേണ്ടിയാ ഇവര് വന്നത്. ഏത് കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്? ദേവ ബിൽഡേഴ്സ്. ദേവ ബിൽഡേഴ്സോ? അത് മാധവി, ആദർശ് അവരൊക്കെ അല്ലേ അതിന്റെ ആളുകള്? ആ, ആദർശിന്റെ വൈഫാണ് ഞാൻ. ഓ, ഓക്കെ ഓക്കെ. കമ്പനിയുടെ പുതിയ പ്രൊജക്ട് തീരദേശ നിയമത്തിന്റെ പേരിലാ നിർത്തിവെക്കാൻ ഓർഡർ വന്നത്. പക്ഷേ നിലവിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് സർ ഞങ്ങൾ പ്രൊജക്ട് തുടങ്ങിയത്. ഓഹോ. ഇതെന്തോ അളവിൽ കൃത്രിമത്വം കാണിച്ചാ ഇപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. നിഷ്പക്ഷമായ ഒരു ഇടപെടലുണ്ടായ സാറിന് കാര്യങ്ങൾ ഉറപ്പായിട്ടും ബോധ്യപ്പെടും. അപ്പോ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നാണോ നിങ്ങൾ പറയുന്നത്? സർ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ എന്തോ ചില തിരിമറികൾ നടന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം സാറിനെ കണ്ട് സംസാരിക്കാൻ ആദർശൻ നമ്മെ ഒരുപാട് ശ്രമിച്ചിരുന്നു. അവർ അപ്പോയിന്റ്മെന്റ് ചോദിച്ചിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മാധ്യമ വിചാരണയും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളും കാരണം ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പ്രശ്നക്കാരെ ഒന്നും ഞാൻ അധികം അടുപ്പിക്കാറില്ല. പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കേണ്ടതാണ്. ഞാൻ ഉറപ്പായും ഇക്കാര്യം അന്വേഷിക്കാം. സാറിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഫയൽസ് എല്ലാം ഇന്ന് തന്നെ സാറിന്റെ ഓഫീസിൽ എത്തിക്കാം. ഓക്കെ, ഞാൻ പഠിച്ചതിന് ശേഷം ഉറപ്പായും വേണ്ടത് ചെയ്യാം. താങ്ക് യു സർ. രാഘവൻ ചേട്ടൻ ആദ്യമായ ഒരു കാര്യത്തിന് വന്നിട്ട് അത് നടക്കാതെ പോകരുതല്ലോ. സാർ എന്നെ ഓർക്കുമെന്ന് പോലും ഞാൻ കരുതിയതല്ല. മനസ്സ് നിറഞ്ഞു. സന്തോഷമായി സാറേ. രാഘവേട്ടനെ കുറെ നാളുകൾക്ക് ശേഷം കണ്ടതിൽ എനിക്കും സന്തോഷമുണ്ട്. ഇടയ്ക്കൊക്കെ വരണം. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രഞ്ജിത്ത് പേഴ്സണൽ സ്റ്റാഫിലുണ്ട്, അറിയാലോ. കണ്ടു. രഞ്ജിത്താണ് ഞങ്ങൾക്ക് സാറിനെ കാണാൻ അവസരം ഉണ്ടാക്കി തന്നത്. ആ, എപ്പോൾ വന്നാലും രഞ്ജിത്തിനെ കണ്ടാൽ മതി. എൻ്റെ അടുത്തേക്ക് കയറ്റി വിട്ടോളൂ. ശരി സാറേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആ കാര്യം അങ്ങ് സാധിച്ചു. എന്തായാലും വന്നത് വെറുതെ ആയില്ലല്ലോ. അതെ, അവസാന നിമിഷം വരെ മിനിസ്റ്ററെ കാണാൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്കും ഇല്ലായിരുന്നു. എല്ലാത്തിനും സഹായമായത് മുത്തശ്ശന്റെ ഈ നല്ല മനസ്സുകൊണ്ടാ. എന്നോ മിനിസ്റ്റർക്ക് ചെയ്തൊരു സഹായത്തിന്റെ പേരിലല്ലേ ഇന്ന് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. അതെന്റെ മിടുക്കൊണ്ടൊന്നുമല്ല, ഈശ്വര നിശ്ചയം അന്ന് അങ്ങനെ സംഭവിക്കണമെന്നായിരുന്നു. ഇന്ന് നമ്മൾ സാറിനെ ഇവിടുന്ന് കാണാതെ തിരിച്ചിറങ്ങിയതല്ലേ.
കൃത്യസമയത്ത് രഞ്ജിത്ത് വന്നതുകൊണ്ടല്ലേ നമുക്ക് മിനിസ്റ്ററെ കാണാൻ പറ്റിയത്. അതെ, അയാൾ ഒരു 5 മിനിറ്റ് വൈകിയാണ് നമ്മളെ കടന്നു പോയതെങ്കിലോ, പെട്ടെന്ന് എന്നെ കണ്ടപ്പോ തിരിച്ചറിയാതെ ഇരുന്നെങ്കിലോ. അതാ ഞാൻ പറഞ്ഞത് എല്ലാം ഭഗവാന്റെ തീരുമാനമാണെന്ന്. അത് ശരിയാ മുത്തശ്ശ. ഈശ്വരനറിയാതെ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ചലിക്കില്ല എന്നല്ലേ പറയാറ്. എങ്കിലും ഓരോ സംഭവങ്ങൾക്കും നിമിത്തമായി പല കാര്യങ്ങളും നടക്കില്ലേ? അതെ, ഞാൻ ഒരിക്കലും ഒരാളെ സഹായിക്കണമെന്ന മനസ്സോടെ ഒന്നും ചെയ്ത കാര്യമല്ല അന്ന് മന്മഥൻ സാറിന്റെ ജീവൻ രക്ഷിച്ചത്. ഒരു ദിവസം രാത്രി നന്നായി മദ്യപിച്ച് സൈക്കിളിൽ പോകുന്ന വഴിക്ക് ഹൈവേയുടെ താഴെയുള്ള ഒരു കുഴിയും കാടും നിറഞ്ഞ ഭാഗത്ത് ഒരു വെട്ടം കണ്ടു. അതെന്താണെന്നറിയാൻ ഞാൻ സൈക്കിൾ അവിടെ വെച്ച് താഴേക്ക് ഇറങ്ങി നോക്കി. അടുത്ത് ചെന്നപ്പോഴാ ഒരു കാറ് തലകീഴായി മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. അതിൽ 2 പേര് ചോരയെ കുളിച്ചു കിടക്കുകയായിരുന്നു.